ഹലോ. കുറേ നാളായിട്ടോ ഞാനൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറച്ചധികം ദിവസം മുന്നേ എടുത്തു വെച്ച പല പല ദിവസങ്ങളിലായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്പൊക്കെ ചേർത്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളത് ഫെബ്രുവരി 11-ാം തീയതിയാണ്. അന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ ഇടയ്ക്ക് കൂട്ടുക ഇടയ്ക്കയുടെ പൊടിപ്പാണിത്. അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്ത് ഞാൻ അഴയത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ 8 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പൊടിപ്പാണ്. അന്ന് എനിക്ക് പോം ബോൾസ് ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ ഇടയ്ക്കിടെ പൊടിപ്പ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ട്യൂട്ടോറിയൽസ് പോലെ അവൈലബിൾ ആണ്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോം മേക്കർ മേടിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസം ഇത് കാണാൻ. 64 പൊടിപ്പാണുള്ളത്. അതായത് 8 സെറ്റിൻ്റെ 8 എണ്ണം, 8 8 64, അങ്ങനെ 4 ജീവക്കോലുമേ 64 പൊടിപ്പായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി ഞാനതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ നൂലൊക്കെ പൊങ്ങി നിന്നതും അതിലിങ്ങനെ അമ്പലത്തിലിങ്ങനെ തൂക്കിയിട്ടിട്ട് എണ്ണയുടെ കരി അങ്ങനെ ചെറിയ ചെറിയ കഴുകിയിട്ടും പോവാത്ത ചെറിയ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ട്രിം ചെയ്ത് ഇത് ലെവലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാണ് ഇതിൽ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതിൽ ആർട്ടും കൂടെ കാണിക്കുന്ന ഒരു ചാനലായതുകൊണ്ടും ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ ഒരു സംഗതി ആയതുകൊണ്ടും അത് ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. അതിനെ അപ്പോൾ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ക്ലാസ് തുടങ്ങി. ഓക്കെ, ഡ്രൈവിങ്ങിന് ജസ്റ്റ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 4-ാം തീയതി എനിക്ക് ആക്ച്വലി ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് 4 വീലർ റോഡ് കിട്ടിയില്ല. ബാക്കി കിട്ടി, 2 വീലർ കിട്ടി, മറ്റേതും കിട്ടി, എച്ചും കിട്ടി, റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എനിക്കിനി റീടെസ്റ്റ് വരുന്നത് 17-ാം തീയതിയാണ് കേട്ടോ. റീടെസ്റ്റ് വരണേ. അപ്പം അങ്ങനെ 17-ാം തീയതി അത് പാസ്സായി കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹം, വലിയ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വലിയ സാധനം കംപ്ലീറ്റ് ആയത് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ട്രിം ചെയ്ത് സെറ്റാക്കി എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ അയ്യപ്പൻകാവ് അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ രാത്രി നമ്മൾ പൂരം കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ പൂരം കഴിഞ്ഞു. പിറ്റേ ദിവസം ആറാട്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഫെബ്രുവരി 15-ാം തീയതി ആയപ്പോൾ ശിവരാത്രി. ഇത് ശിവരാത്രിയുടെ അന്ന് രാവിലെയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഈ അമ്പലം കാണുന്നുണ്ടാവും. ശിവരാത്രിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലിപ്സൊക്കെ എന്താണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവരാത്രി സ്പെഷ്യലായിട്ട് ഞാനൊരു ഡ്രസ്സിൽ, ഏട്ടൻ്റെ ഷർട്ടിൽ, കുർത്തയിൽ ഒരു ഭഗവാന്റെ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ടെടുത്തൊരു ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ വലിയ കാര്യമായിട്ട് ഒരേ ഡേയിൽ ഫിനിഷ് ചെയ്യാമെന്നുള്ള രീതിക്ക് ഫസ്റ്റത്തെ ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കുർത്തയിലാണ് ഞാൻ ആ പോക്കറ്റിൻ്റെ സൈഡിൽ, ഈ സൈഡിലല്ല ഇപ്പുറത്തെ സൈഡിൽ, ഈ സൈഡിൽ ഞാനിവിടെ അങ്ങനെ ഒരു ഡ്രോയിങ്ങൊക്കെ കണക്കാക്കി പിൻട്രസ്റ്റിൽ നിന്നൊക്കെ സേവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ മെയിൻ ചെയ്ത് ഇന്ന് തന്നെ വീഡിയോ ശിവരാത്രി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇടണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തത്. പക്ഷേ അതവിടെ ഇരുന്നു, ഒന്നും നടന്നില്ല കേട്ടോ. അന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് സാറ് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്യൂസ്ഡേ 17-നാണ് റീടെസ്റ്റ് ഉള്ളത്, റോഡ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോവാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് മനക്കുടിക്ക് കയറാനുള്ളൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ പാടത്തു കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു 5-10 മിനിറ്റ് മുന്നേ, 5 മിനിറ്റ് മുന്നേ നമുക്ക് നേരെയുള്ള റോട്ടിൽ കൂടെ പോകുന്നതിനേക്കാളും 5 മിനിറ്റ് മുന്നേ നമുക്ക് എത്താം. ചെറിയൊരു ഷോർട്ട് കട്ടാണ്. നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുപോകാം. നല്ല നട്ട വെയിലും കൊള്ളാം. അങ്ങനെയൊക്കെ നമുക്ക് പോവാം കേട്ടോ. എന്നിട്ട് ആ ഗ്രൗണ്ടിലെത്തി. ഈ കാർ ഓടിക്കുന്നത് ഞാനല്ല. ഞാൻ ഗ്രൗണ്ടിലെത്തി. ഈ വീഡിയോയുടെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്പാണ് കേട്ടോ അത്. ഇവിടെ നിന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നില്ല. അതുകൊണ്ട് ആ ഫാബ്രിക് പെയിൻറ്റിങ് അവിടെ ഇരുന്നു. ഇവിടെ ശിവരാത്രിയുടെ കുട്ടുമേളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് 17-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6 മണി, 5:45, 6 മണി സമയം. 6 മണിയാകുമ്പോൾ സാർ ഇവിടെ
ഗ്രൗണ്ടിൻ്റെ അവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ വിടാൻ വേണ്ടിയിട്ടായിരുന്നു പാറുക്കുട്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം നന്നായിട്ട് പോയി. പാറു ഇപ്രാവശ്യമെങ്കിലും അമ്മ പാസ്സാവണം, എന്നാലേ എനിക്ക് പാർക്കിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് അന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫുള്ള് കിട്ടി, പാസ്സായി, റോഡും കിട്ടി. അവൾക്ക് പ്രോമിസ് ചെയ്ത പോലെ അവളെ ഞാൻ പിറ്റേ ദിവസം പാർക്കിൽ കൊണ്ടുപോയിരുന്നു. ജസ്റ്റ് 4 മണിക്ക് ഞാൻ പാർക്കിലെത്തി, തിരിച്ച് 5:30 നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ എത്ര നേരം പാർക്കിൽ നിന്നുണ്ടാവുമെന്ന് നിങ്ങൾ ഊഹിക്കുക. എന്നാലും കുട്ടിയോട് കുറേ നാളായി പറയുന്നു ഇങ്ങനെ പാർക്കിൽ കൊണ്ടുപോകും ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൃശ്ശൂരുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റു പാർക്ക് ഉണ്ടല്ലോ, അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവളുടെ ഒരു സന്തോഷം, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കുട്ടി തന്നെയാണെങ്കിലും തന്നെ ഓടി നടന്ന് കളിക്കുമായിരുന്നു. ഞാനും പാറുക്കുട്ടിയും തനിയെ വന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവളെ കൊണ്ട് പാർക്കിലൊന്നും തന്നെ വരാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല. എനിക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റിയാണ്. എൻ്റെ കുട്ടീനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുമോ, എന്തിൻ്റെങ്കിലും മീതെന്ന് വീണെന്തെങ്കിലും അപകടം പറ്റുമോ. കാരണം ഇവളാണെങ്കിൽ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല റൈഡിലേക്കും കളിക്കുന്ന സാധനങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഓടും. ഞാൻ പിന്നാലെ ഓടണം. പിന്നെ ഞാൻ ചെറിയ കുഞ്ഞു വീഡിയോ ക്ലിപ്സ് എടുക്കുന്നുണ്ട്. പാർക്കിലാണെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള യുവമിഥുനങ്ങൾ പല സൈഡിലായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെങ്ങാനും വിട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ ഓടിച്ചിട്ട് തല്ലോ, അങ്ങനത്തെ പല പല ടെൻഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഞാൻ പാർക്കിൽ അവളെ എല്ലാ റൈഡിലും ഒന്ന് കയറ്റി. കയറിയോ എന്ന് ചോദിച്ചാൽ കയറിയില്ലേ, കളിച്ചില്ലേ എന്ന് ചോദിച്ചാൽ കളിച്ചില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് കയറിയിട്ട് നമ്മൾ പാർക്കിൽ നിന്ന് പോന്നു കേട്ടോ. പാറുക്കുട്ടീനെ സംബന്ധിച്ച് എൻ്റെ കൂടെ പാർക്കിൽ വന്നത് വൻ നഷ്ടമാണ്. അച്ഛൻ്റെ കൂടെ വന്നതെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറേയും കൂടി നേരം അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും കളിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞ എല്ലാ ടെൻഷൻസിൻ്റെയും പേരിൽ പിന്നെ എനിക്ക് വേറൊരു കൺസേൺ ഉണ്ടായിരുന്നത് 4:30 കഴിയുകയാണെങ്കിൽ 5 മണിയായിരുന്നുണ്ടെങ്കിൽ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ബസ്സിലാണ് വന്നത്. അപ്പോൾ ബസ്സിൽ ഓഫീസ് ടൈമും ആ പീക്ക് ടൈം ആവുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എനിക്ക് കുട്ടീനെയും കൊണ്ട് ബസ്സിൽ സീറ്റ് കിട്ടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി ഞാൻ ടൈം പ്രോപ്പറായിട്ട് എനിക്ക് പറ്റിയ പോലെ മാനേജ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അവൾക്കൊരു ഷേക്കും സ്നാക്സൊക്കെ വാങ്ങി കൊടുത്തു. ചെറിയ സന്തോഷങ്ങൾ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണിത്. നെക്സ്റ്റ് ഡേ നമുക്കൊരു കൊറിയർ വന്നിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാഗാണ് കേട്ടോ. ഇതിനകത്ത് നല്ല ബാഗാണ്, നല്ല അടിപൊളി ബാഗാണ്. ഓഫറിലാണ് വാങ്ങിയത്, 70% ഓഫറിലാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു 230 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ സ്ട്രാപ്പൊക്കെ ഉണ്ട് ഇതിന്. സാധാരണ ഒരു ഷോൾഡർ ലെങ്ത്ത് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള അതിൻ്റെ റെക്സിനും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഉള്ളിലത്തതും സിബും എല്ലാം കൊള്ളാം. നല്ല ബാഗാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഓഫറിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 260 270 അത്രയോ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് റേറ്റ്. ഞാൻ വാങ്ങുമ്പോൾ 220 അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗ് എനിക്ക് മേടിച്ചിട്ടുള്ളതല്ല, ഞാൻ അമ്മയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും കൂടി ഒന്ന് വാങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. എനിക്ക് ഓൾറെഡി ഒരു ബാഗ് ഉണ്ട് ബ്ലാക്ക്. അപ്പോൾ ഞാനിത് എപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഗിഫ്റ്റ് മേടിക്കാതല്ലാതെ ഒന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ബാഗാണത്. നല്ല ബാഗാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് ഓൾട്രേഷൻസ് ചെയ്യാനുണ്ട്. ഒരു 6-7 ടോപ്പ് ഉണ്ട് ഓൾട്ടർ ചെയ്യാനായിട്ട്. ലെങ്ത് കുറയ്ക്കാനും സൈഡ് ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്നതിന് മുമ്പ് അത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒരുവിധം ഒരു റയോൺ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നന്നായി ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും, കട്ട് ചെയ്യും, സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിപ്പോൾ പുതിയ തുണി വെട്ടി തയ്ക്കുന്നതാണെങ്കിലും അല്ല ഓൾറെഡി ഇതുപോലെ ഇരിക്കുന്ന ഒരു സംഗതി ഷേപ്പ് ചെയ്യണതാണെങ്കിലും ഒക്കെ അയൺ ചെയ്തതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടും. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് തുണിയാണെങ്കിലും അയൺ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ എനിക്കിതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്വിങ് റൂം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. സെറ്റപ്പ് മൊത്തത്തിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ അതെങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്, അങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ വളരെ ചെറുതായിട്ട് ഇപ്പോൾ ഉള്ളതിൽ നിന്നും നമുക്ക് ഒന്ന് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ ഉള്ളൊരു കണ്ടീഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഒരു പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ടച്ച് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, അതൊക്കെയാണ് ഇനി വരാനുള്ള വീഡിയോസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.